ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഗൈസ്. അപ്പം കർക്കിടക ഔഷധക്കഞ്ഞി കൂട്ട് 7 ദിവസത്തേക്കുള്ളത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞവര അരി വെള്ളത്തിൽ നമ്മൾ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. കൂടെ ഉലുവ, ആശാളി, അതും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഔഷധക്കൂട്ടുണ്ട്. ഔഷധക്കൂട്ടെന്ന് പറയുമ്പോൾ ചുക്ക്, അയമോദകം, ജീരകം, അങ്ങനെയുള്ള കുറേ വയമ്പ്, പെരുംജീരകം, ഏലക്കായ, തക്കോലം, അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസൊക്കെ വെച്ച് പൊടിച്ച ഔഷധക്കൂട്ടാണത്. അപ്പോൾ അത് നമ്മൾ കഞ്ഞി വെന്ത് കഴിയുമ്പോഴാണ് അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കഞ്ഞി വെക്കാനായിട്ട് ഞാൻ അരി കഴുകി വൃത്തിയാക്കുകയാണ്. അപ്പോൾ അരി കഴുകി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് പയറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഔഷധക്കൂട്ടിനകത്ത് കഞ്ഞിക്കകത്ത് പയറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുക്കറിനകത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് ഞാനതൊരു ചട്ടിയിലേക്ക് എടുത്തിട്ട് തിളച്ച് കഴിയുമ്പോൾ തേങ്ങാപ്പാലും ഔഷധക്കൂട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി കുറുകി വരുമ്പം നമുക്ക് വേണമെങ്കിൽ നെയ്യൊക്കെ ചേർത്ത് ഉപയോഗിക്കാം. നമുക്ക് ഔഷധക്കൂട്ടിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ പിടിക്കാത്തവർക്ക് നെയ്യൊക്കെ ചേർത്ത് ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ഔഷധക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്.